ഹലോ ഫ്രണ്ട്സ്, കുഞ്ഞാറ്റാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഒരു ഗ്ലാസ് ചോറും ഒരു മുട്ടയുണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ല അടിപൊളി ഒരു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയ സാധനങ്ങൾ: ഒരു ഗ്ലാസ് ചോറ്, ഒരു മുട്ടയും എടുക്കണം. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കണം. നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നമ്മളിത് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കുക. ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതെല്ലാം നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒറ്റയടിക്ക് നമ്മൾ 2 ഗ്ലാസ് ഒരുമിച്ച് ചേർക്കരുത്. ആദ്യം ഒരു ഗ്ലാസ് ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം രണ്ടാമത്തെ ഗ്ലാസ് ഗോതമ്പ് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം. അങ്ങനെ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നമ്മളിത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അത് നല്ല ഇച്ചിരി കട്ടിയായിട്ടാണെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നമ്മൾ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ കുഴച്ചെടുത്ത മാവ് ഇനി ഇതുപോലെ 2 ഉരുളകളാക്കി എടുക്കണം. ഇതുപോലെ 2 ഉരുളകളായിട്ട് ഒരേപോലെ ഉരുളകളാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ എടുത്ത ശേഷം ഓരോ ഉരുളയും നമ്മൾ ഇതുപോലെ അല്പം എണ്ണയൊക്കെ തടവിയ ശേഷം നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഇത് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കണം. നീളത്തിലൊരു ഷീറ്റ് പോലെ ഇത് പരത്തിയെടുക്കണം. ഒത്തിരി കനം കുറഞ്ഞങ്ങ് പോകരുത്. അല്പം ചെറിയൊരു കനത്തിൽ ഇങ്ങനെ നല്ലതായിട്ട് പരത്തിയെടുക്കണം. പരത്തിയെടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് അല്പം മൈദാമാവും എണ്ണയും ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയ ഒരു പേസ്റ്റാണിത്. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എല്ലാ വശത്തും നമ്മൾ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ വശത്തും നമ്മൾ തേച്ച് കൊടുക്കണം. ഇതുപോലെ എല്ലാ വശത്തും നമ്മൾ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് ഇങ്ങനെ ഇതുപോലെ ചുരുട്ടിയെടുക്കണം. ഇങ്ങനെ ചുരുട്ടി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റേ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ പേസ്റ്റ് തേച്ച് കൊടുത്തത്. ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കണം. റോള് പോലെ ചുരുട്ടിയെടുക്കുക. ചുരുട്ടിയെടുത്ത ശേഷം നമ്മൾ അത് കട്ട് ചെയ്യണം. ഇതുപോലെ ഓരോ പീസായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഓരോ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. നമ്മൾ ഈ ഓരോ പീസും എടുത്ത് ഇതുപോലെ എണ്ണയൊക്കെ തൂത്ത ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഒത്തിരി അങ്ങ് പ്രസ് ചെയ്ത് പരത്തണ്ട, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഈ ലെയറായിട്ട് നമുക്കിത് കിട്ടും. പെറോട്ടയുടെ കൂട്ട് തന്നെ നമ്മൾ ലെയറായിട്ട് നമുക്കിത് കിട്ടുന്നതാണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഈ പെറോട്ട നല്ല ടേസ്റ്റുമാണ്. നല്ല മയവും നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റായിട്ടും കിട്ടും. ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനും പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ഈ പരത്തിയെടുത്ത പെറോട്ട നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് സാധാരണ നമ്മൾ അല്പം ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മളിത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ നല്ല ഒരു റെസിപ്പിയാണ്. വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്.
ഇപ്പോൾ ഇത് 2 വർഷം മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പിയായിട്ട് പെറോട്ടയായിട്ട് നമുക്കിത് കിട്ടും, എടുക്കാവുന്നതാണ്. നല്ല സൂപ്പർ ഒരു പെറോട്ടയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ പൊറോട്ടയും നമ്മളിത് ചുട്ടെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ എല്ലാ പൊറോട്ടയും അതുപോലെ ചുട്ടെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെയാണ് കിട്ടുന്നത്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം നമ്മൾ നല്ല നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പൊറോട്ടയാണ്. നമ്മൾ മൈദ ഇതിനകത്ത് ഒട്ടും ചേർക്കുന്നില്ല. പിന്നെ അതുപോലെ ബാക്കി വന്ന ചോറാണ്. ചോറ് നമ്മൾ 1 ഗ്ലാസ് ചോറും 1 മുട്ടയും പിന്നെ ഗോതമ്പ് പൊടിയുമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊറോട്ടയാണിത്. എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമ്മളിത് ഇങ്ങനെ അടിച്ചെടുക്കുകയാണ്. ഇത് പൊറോട്ട എല്ലാ ലെയറും വിട്ട് നമുക്ക് വരും. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം. വളരെ നല്ല ഒരു പൊറോട്ടയാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഈ പൊറോട്ട എത്രമാത്രം സോഫ്റ്റായിട്ട് ലെയറായിട്ടും കിട്ടിയിട്ടുണ്ടെന്ന്. മൈദാമാവ് വെച്ച് നമ്മൾ ഉണ്ടാക്കുമ്പം ഒത്തിരി ഓയിലും ഒക്കെ നമ്മൾ ചേർത്ത് നമ്മൾ വീശി അടിച്ചൊക്കെ ഉണ്ടാക്കുന്നത് പോലെയല്ല. അങ്ങനെയൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പൊറോട്ട നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് വളരെ സോഫ്റ്റായിട്ടുള്ള നല്ല ലെയറായിട്ട് വളരെ സോഫ്റ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.